വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9ാം ക്ലാസ് അറബിക്ക് 2ാം പാദവാർഷിക പരീക്ഷ ക്രിസ്മസ് എക്സാം അറബിക് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് 21 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഇഖ്റഇൽ അബയാത്ത് വഖ്തർ മാ യലി എന്നാണ്. ഇവിടെ താഴെ ഒരു വരികൾ കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ കൂടെ ചോദ്യങ്ങളുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇതെന്താണ്? ഇദാമാ ശഇത അൻതഹിയ സലീമ, നിങ്ങൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ വതുംലി ദർബ ഉംരിക മുസ്തഖീമ, വയസ്സിൻ്റെ വഴി അത് നന്നായി പോകണമെങ്കിൽ ഫഖുദ് ബഅദ നസാഇഹ് മിൻ തബീബ്, ഡോക്ടറിൻ്റെ നിർദ്ദേശം കേൾക്കണം. ബി തത്ബീബിൽ വറ അള്ളഹ ഫഹീമ, അദ്ദേഹം ആരാണ്? ജനങ്ങളെ ചികിത്സിച്ച് ഫഹീമായ ആളാണ്. ഇദാമാ കുന്ത ദാജിസ്മിൻ സലീമൻ, നിങ്ങൾക്ക് ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ സതോദ ഹാക്കഥ അക്കലൻ സലീം, ഒക്കെ നിങ്ങൾക്ക് ഹെൽത്തി മൈൻഡ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ചോദ്യം എന്താണ്? ജംഉ നസീഹ, നസീഹ എന്ന പദത്തിൻ്റെ ജം എന്താണ്? ഇതിലുണ്ടല്ലോ അല്ലേ, നസാഇഹ് എന്നാണ് വരിക അല്ലേ. അടുത്ത ലദ്ദു സഖീം, സഖീം എന്ന് പറഞ്ഞാൽ രോഗി അല്ലേ. അപ്പോൾ ഹെൽത്തി എന്ന് പറയണം. ഹെൽത്തിക്ക് എന്താ പറയുക? ഹെൽത്തിക്ക് ഇവിടെ നമ്മൾ സലീം എന്നാണ് പറയണത്. സലീം ഹെൽത്തി, ഇല്ലെങ്കിൽ സഹീഹ് എന്നുള്ള വാക്ക് ഇതിലില്ല, അപ്പോൾ സലീമാണ് ശരിയാവുക. പിന്നെ മുഫ്രദു അതിബ്ബാ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എന്നതിൻ്റെ മുഫ്രദ് ഏകവചനം. ഒരു ഡോക്ടർ എന്നെങ്ങനെ പറയും അല്ലേ? ആരാണത്? തൊബീബ് എന്നാണ് ഉത്തരം വരിക. കലിമത്തും ബി മാന തഈഷ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക അല്ലേ, ജീവിക്കുക എന്നുള്ളതാണ്. തഈഷ് ജീവിക്കുക എന്നുള്ളതിന് അതേ വാക്കുകൾ തഹിയ എന്നാണ്. ഓക്കെ, അടുത്ത 5 ഇഖ്തർ സത്രൻ യദുല്ലു അല അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം. അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം എന്താണ്? ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി എന്ന അർത്ഥത്തിലുള്ള വരി ഏതാണ്? ഇതെവിടെ ഉണ്ട് അല്ലേ? ഇദാ മാ കുന്ത ജാജിസ്മിൻ സലീമിൻ സതുഅത ഹാക്കദ അഖിലൻ സലീമ. മാ മൗലൂൽ അബിയാത്ത്, ഈ വരികളുടെ വിഷയം എന്താണ്? യഹ്സാൻ, സിഹ, അഖ്ലാഖ്, ഇൽമ്, ആരോഗ്യത്തെക്കുറിച്ചല്ലേ? ആ സിഹ എന്നാണ് വരിക. ഓക്കെ, യഹ്സാൻ നന്മ, അഖ്ലാഖ് സ്വഭാവ, ഇൽമ് അറിവ്, അതൊന്നുമല്ല. അടുത്തത് ലാഹിലുൽ മിസാൽ വഇദ് ബലാഗൻ ലി വുസൂലി തുല്ലാബ് ഇലാ ഖാഅത്തിൽ മദ്രസ. ഇവിടെ ലി ഹഫ്ലത്തി യൗമിൽ ലുഗൽ അറബിയ, ഇവിടെ ഒരു ഉദാഹരണം നോക്കുക. അത് പ്രകാരം എന്താണ്? സ്കൂളിൻ്റെ ഹാളിലേക്ക് വരാൻ ഏത് ദിവസം? അറബി ഭാഷാ ദിനാഘോഷത്തിന് അവിടേക്ക് വരാൻ വേണ്ടി പറയണം. എന്താ ഇവിടെ? യുർജാ മിനദ് ദാരിസീൻ, കുട്ടികളോട് ആവശ്യപ്പെടുന്നു അൽ ഹുദൂർ, ഹാജരാക്കണം ഫി സാഹത്തിൽ മദ്രസ, സ്കൂൾ ഗ്രൗണ്ടിൽ ലി ത്വാബൂർ സബാഹ്, അസംബ്ലിക്ക് പെട്ടെന്ന്. അപ്പോൾ അതേപോലെ ഇവിടെ കുട്ടികളോട് തുല്ലാബിനോടാണ് പറയേണ്ടത്. അപ്പോൾ അതേപോലെ യുർജ മിന തുല്ലാബ്, എന്ത് ചെയ്യാൻ? വുസൂൽ, എത്തണം. അതേ വാക്ക് ഇവിടെ വുസൂൽ ഇലാ ഖാഅത്തിൽ മദ്രസ ലി ഹഫ്ലത്തി യൗമിൽ ലുഗൽ അറബിയ, അത്ര എഴുതിയാൽ മതി. യുർജ മിന തുല്ലാബ് അൽ വുസൂലു ഇലാ ഖാഅത്തിൽ മദ്രസത്തി ലി ഹഫ്ലത്തി യൗമിൽ ലുഗൽ അറബിയ. വേണമെങ്കിൽ ഈ സുർആ എന്നും കൂടി ചേർക്കാം. ഓക്കെ, അടുത്ത് അക്ബിൽ വിൽ മുനാസിബ്, അനുയോജ്യമായത് വെച്ച് പൂരിപ്പിക്കാമെന്നാണ് അല്ലേ. ഡാഷ് അൻ തജ്ലിസമായി കലീലൻ, എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാമോ അല്ലേ, ആവശ്യപ്പെടുകയാണ്. മിൻ ഫദ്ലിക, പ്ലീസ് എന്നാണോ? മുംകിൻ, സാധ്യമാണോ? കാന, ഏതാണ്? മുംകിൻ അൻ. അപ്പോൾ ഇവിടെ അൻ എന്നുള്ളത് കൊണ്ട് ഉടനെ ഏതായിരിക്കും? മുംകിനാണ് വരിക. പിന്നെ ഖാല റാഷിദ് അലി സായിഖ്, ഡ്രൈവറോട് റാഷിദ് പറഞ്ഞത് ഉരീദ് സയ്യാറ, എനിക്ക് ഐ വോണ്ട് എ കാർ അല്ലേ. അപ്പോൾ പ്ലീസ് അല്ലേ, പ്ലീസ് എന്ന് മിൻ ഫദ്ലിക ഉരീദ് സയ്യാറ, ഉരീദ് എന്ന് കണ്ട നമ്മൾ ഉടനെ അത് മിൻ ഫദ്ലിക ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അഇദ്ദ തഅലീഖൻ ലി സൂറ, ഇവിടെ ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു തഅലീഖ് എന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് ക്യാപ്ഷൻ കൊടുക്കാം അല്ലേ? നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ്. അസ്സിഹത്തു നിഅമ,
അല്ലെങ്കിൽ വേറെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്ത് അല്ലേ, അൽ അഖ്ലു സലീം ഫിൽ ജിസ്മി സലീം, ആ വാചകം കൊടുക്കാം. നേരത്തെ കുറേ വാക്കുകൾ പറഞ്ഞില്ലേ, അതൊക്കെ കൊടുക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതൊരു വയസ്സായ ആൾ ഓടുന്ന അല്ലേ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. എന്ത്? ഹമാസത്തു അഷൈഖൂഹ. ഹമാസ എന്ന് വെച്ചാൽ ആവേശം, അഷൈഖൂഹ വാർദ്ധക്യത്തിൻ്റെ ആവേശം എന്ന് വേണമെങ്കിലും പറയാം. ഇതൊരു മോഡലാണ്, നിങ്ങളിത് തന്നെ എഴുതണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് സ്വന്തമായി എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. ഓക്കെ. അടുത്തത് അജിബ് അൻ സിത്തത്തിൻ ഫഖത്ത്. 10 മുതൽ 17 വരെയുള്ളതിൽ 6 ഉത്തരം ചെയ്താൽ ഉക്തു മുദക്കിറം ലിദ്ദൽ ഹർബ് ബി മുസാദത്തിൻ നിഖാത്ത്. ഇവിടെ യുദ്ധത്തിനെതിരെ ഒരു മുദക്കിർ തയ്യാറാക്കുക താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച്. അൽ ഹയാത്തു ഫിസ്സലാം, എന്താണ് ജീവിതം എന്നുള്ളത് സമാധാനത്തിലാണ്. ലൈസത്ത് ഹർബു ഹല്ലൻ, യുദ്ധം ഒരു പരിഹാരമല്ല. അൽ അത്ഫാലു വൻ നിസാ, കുട്ടികളും സ്ത്രീകളും. അൽറാറും കസീറ, ധാരാളം ദ്രോഹങ്ങൾ. അൽ ഉഖുവ വൽ മവദ്ദ, എന്താണ് സാഹോദര്യവും സ്നേഹവും. നഅമൽ സലാം, നമുക്ക് സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാം. അപ്പം തൻതശിറുൽ ഹർബു ഫി ആസ്രീന, നമ്മുടെ നാട്ടിൽ എന്ത് വർദ്ധിക്കുന്നു? ഹർബ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വലാക്കിൻ, പക്ഷേ അൽ ഹയാത്തു ഫിസ്സലാം, പക്ഷേ ഉടനതിന് മുമ്പിൽ നമ്മളൊരു വലാക്കിൻ കൊടുക്കാം. സമാധാനത്തിലാണ് ജീവിതം. ലൈസത്തിൽ ഹർബു ഹല്ലൻ, അടുത്ത വരി ഇതെഴുതാം. എന്താണ്? ഹർബിനൊരു യുദ്ധമല്ല മാർഗം. ഹല്ലൻ എന്തിൻ്റെ? ലികുല്ലിൽ മഷാക്കിൽ, എല്ലാ പ്രശ്നങ്ങൾക്കും അതല്ല മാർഗം അല്ലേ. അങ്ങനെ വിശദമായി ഒന്ന് എഴുതാവുന്ന ഒരു മോഡൽ ഇതാണ്. തൻതശിറുൽ ഹർബു ഫി അസ്രിന ബൈനൽ ബിലാദ്, നാടുകൾക്കിടയിൽ യുദ്ധം വർദ്ധിക്കുന്നു. വലാക്കിന്ന സലാം ഹുവൽ ഹയാത്ത്, പക്ഷേ എന്താണ്? സമാധാനമാണ് ജീവിതം. ലൈസത്തുൽ ഹർബു ഹല്ലൻ ലികുല്ലിൽ മഷാക്കിൽ, യുദ്ധം എല്ലാത്തിനും പരിഹാരമല്ല. അൽ ഹർബു തൂതി അൽ അത്ഫാൽ, യുദ്ധം കുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുന്നു. വഫീഹ അളറാറും കസീർ അലിൽ ആലം, ലോകത്തിന് അതിലൊരുപാട് ദുരന്തങ്ങളുണ്ട്. വലിദാലിക്, അതുകൊണ്ട് നഅമൽ ലിസ്സലാം, നമുക്കെന്ത് ചെയ്യാം? സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാം. വൽ ഉഖുവ, സാഹോദര്യം. വൽ മവദ്ദ, സ്നേഹം. ഇത് സിമ്പിളാക്കി എഴുതാവുന്ന ഒരു പാരഗ്രാഫ്. ഓക്കെ. അടുത്തത് റത്തിബിൽ കലിമാത്തൽ ആത്തിയത് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എന്താണ് സെൻറ്റൻസുകൾ ഓർഡറിലാക്കാൻ. അസാസ് മാ ഹയാത്ത്, അപ്പോൾ ഇവിടെ എന്താ? അൽ മാ ഉ അസാസുൽ ഹയാത്ത് എന്ന് വേണം അല്ലേ. ഇപ്പോൾ ഇവിടെ അടുത്തത് ഹലാവ ഷഖാവ അസ്സലാം വൽ ഹർബ് അല്ലേ. അപ്പോൾ ഇവിടെ ഹലാവ മധുരം, ഷഖാവ എന്താണ്? ദ്രോഹം, ദൗർഭാഗ്യം. അസ്സലാമ സമാധാനം. വൽ ഹുറൂബ് യുദ്ധം. അപ്പോൾ എന്താ വരിക? അസ്സലാമു സമാധാനം, ഹലാവ എങ്ങനെ വരിക? അസ്സലാമു ഹലാവ വൽ ഹർബു ഷഖാവ. ഈ ഓർഡറിലാണ് പറയേണ്ടത്. യുദ്ധം ദുരന്തമാണ്. ഓക്കെ. അടുത്തത് എന്താണ്? ലുൽമ് അക്രമം. ലിദ്ദ നേരെ അല്ലെങ്കിൽ എതിർത്തുകൊണ്ട്. അലിയദ് കൈ. നർഫഉ നമുക്ക് ഉയർത്താം. അപ്പോൾ ഇവിടെ ഒരു ഫെയിലുണ്ട്, ഫെയിൽ ആദ്യം വയ്ക്കാം. നർഫ അലിയദ ലിദ്ദ അല്ലുൽം, ഇത് നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ സെൻറ്റൻസായി. നർഫ അലിയദ ലിദ്ദല്ലുൽം എന്ന് ഇവിടെ എഴുതാം. ഓക്കെ. അടുത്തത് എന്താ? ഹുക്കൂക്ക് അവകാശം. അൽ ഇൻസാൻ മനുഷ്യൻ. ഇഹ്ഫൽ സംരക്ഷിക്കണം. അല അതിന്. അപ്പോൾ ഇഹ്ഫൽ അല ഹുക്കൂക്കിൽ ഇൻസാൻ എന്നാണ് എഴുതേണ്ടത്. ഇഹ്ഫൽ അല ഹുക്കൂക്കിൽ ഇൻസാൻ എന്നാണ് സെൻറ്റൻസ് വരിക. അടുത്തത് ഇഖ്തറിൽ അസഹ മിനൽ ഖൗസൈൻ, ഈ ബ്രാക്കറ്റിന് ശരിയായത് അടുത്ത് എഴുതുക. നഹ്നു വന്ന ബിലാദന, ഞങ്ങളുടെ നാടിനെ. ഉഹിബു ആണോ നുഹിബു ആണോ തുഹിബു ആണോ? നഹ്നു നുഹിബു അല്ലേ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. നഹ്നു നുഹിബു ബിലാദന. അടുത്തത് ആയിഷ മുമരിദ, ആയിഷ ഒരു നേഴ്സാണ്. മിസാലിയാണോ മിസാലിയാത്താണോ മിസാലിയത്താണോ? അല്ല, ഒരാളേ ഉള്ളൂ. മിസാലിയാത്തല്ല, മിസാലിയത്ത്. ഒരു മാതൃകാ നേഴ്സാണ് കേട്ടോ. മുമരിദത്തായതുകൊണ്ടാണ് മിസാലിയത്ത് വന്നത്. അടുത്തത് കുമാർ ത്വാലിബുൻ നഷീത്തുൻ, കുമാർ ഒരു മിടുക്കനായ കുട്ടിയാണ്. ഡാഷ് മുസാരിഉൻ, കൃഷിക്കാരനാണ്. അപ്പോൾ അവൻ്റെ വാപ്പ എന്നാണ് അല്ലേ. അവൻ്റെ എന്നുള്ളതിന് വാലിദുഹു ഏതാ വരിക?
വാലിദുഹു മുസാരി, വാലിദുഹു മുസാരി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കുമാറിൻ്റെ സ്ഥലത്ത് ഫാത്തിമ എന്നായിരുന്നെങ്കിൽ വാലിദുഹ എന്നായേനെ. ഓക്കെ, അടുത്ത് ഇഖ്റ തർജമത്ത് ഷായർ വാക്കുമലിൽ ബയാനാത്ത് ഷഖ്സിയ. ഇവിടെയുള്ള തർജമത്ത് കവിയുടെ എന്താണ് പ്രൊഫൈൽ വായിച്ചിട്ട് ബയോഡാറ്റ് പൂരിപ്പിക്കുക. എന്താണ്? അഹമ്മദ് ഷൗക്കി ഷായറും മിസ്രി. ഷൗക്കി ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. യുലഖൗ ബി അമീർ ഷോറ, അദ്ദേഹം അമീർ ഷോറ എന്ന് വിളിക്കപ്പെടുന്നു. ഉലിദ സനത്ത 1867 ജനിച്ചു. ബിൽ ഖാഹിറ, കെയ്റോയിൽ. വലഹു ഖസായിദ്, അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട്. യംതാദ് ഷിയറഹു ബി ഖുവ്വത്തിഹി വ ജമാലിഹി, അദ്ദേഹത്തിൻ്റെ കവിതകൾ ഭംഗി സൗന്ദര്യം കൊണ്ട് മികച്ചതാണ്. തുവഫിയ അഷാഇർ സനത്ത 1932 1932 അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇസ്മെന്ത് വരും? പേര് അഹ്മദ് ഷൗഖി എന്ന് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇത് കൊടുക്കണം അല്ലേ, 1868 എന്ന് കൊടുക്കാം. കാഹിറ, അതെന്താ വരിക? മക്കാൻ അല്ലേ, മക്കാനുൽ മീലാദ്. മീലാദ് എന്ന് ഇവിടെ ഉണ്ട്, മക്കാനെന്നും കൂടി കൊടുക്കണം. മക്കാനുൽ മീലാദ് എന്താണ്? കാഹിറ. ഓക്കെ, ലഖബ്, വിളിപ്പേരെന്താണ്? അമീറു ഷുറ, അമീറു അഷുറ അല്ലേ, കവികളുടെ നേതാവ് എന്നർത്ഥം. മീസത്തു ഷഅരിഹി, അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രത്യേകത എന്താണ്? അൽ ഖുവ വൽ ജമാൽ എന്നാണ്. അൽ ഖുവത്ത് വൽ ജമാൽ. പിന്നെ ഇത് മരണം അല്ലേ, അപ്പോൾ നമ്മൾ താരീഖുൽ വഫാത്ത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത് ലാഹിദൽ നിഖാദ് വ മയ്യിസ് മിൻഹ ഔസാഫുൽ ലുഗൽ അറബിയ. താഴെയുള്ള എന്താണ് സെൻറ്റൻസുകളിൽ നിന്ന് ഔസാഫുൽ ലുഗൽ അറബിയ, അറബി ഭാഷയുടെ എന്തെഴുതണം? പ്രത്യേകതകൾ മാത്രം എടുത്തെഴുതണം. അപ്പോൾ ഒന്നാമത് മിനൽ ഉസ്രത്ത് ദ്രാവിഡിയ, ദ്രാവിഡ കുടുംബത്തിലുള്ളതാണ്. ഇത് പെടുമോ? ഇല്ല. ലുഗത്തുൻ ഹിന്ദിയ, ഇന്ത്യൻ ഭാഷയാണ്, അതും പെടില്ല. ലുഗത്തുൽ ഖുർആൻ വൽ ഹദീസ്, ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഭാഷയാണ്, അത് പെടും അല്ലേ. അസ്വാത്തുൻ ജസാബ, മനോഹരമായ ശബ്ദങ്ങൾ, അത് പെടും. ലുഗത്തുൻ ഹയ്യ, ജീവഭാഷ, ജീവിച്ചിരിക്കുന്ന ഭാഷ, അതും പെടും. ഗൈറു ജമീല, ഭംഗിയില്ലാത്തത്, അത് പെടുമോ? പെടില്ല അല്ലേ, അപ്പോൾ അത് വേണ്ട. ഓക്കെ, 3 ഈ 3 എടുത്തെഴുതേണ്ടത്. അടുത്തതോ ഇഖ്റയിൽ ഫിഖ്റ വഇദ് മുൽസഖൻ അനിസ്സലാം. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് അയച്ചിട്ട് സമാധാനത്തെക്കുറിച്ച് ഒരു മുൽസഖ് പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലേ. അൽ ഇൻസാൻ യുഹിബു സലാം, മനുഷ്യൻ സമാധാനം ഇഷ്ടപ്പെടുന്നു. അസ്സലാമു യുഅത്തിൽ ഹയാത്ത് വ തുഹ്ലിക്കുഹ അൽ ഹർബ് അല്ലേ, സമാധാനം ജീവിതം കൊടുക്കും. വ തുഹ്ലിക്കുഹ, എന്ത് ചെയ്യും? ജീവിതത്തെ നശിപ്പിക്കുമെന്ത്? അൽ ഹർബ്, യുദ്ധം. ഫനഅമൽ ലി അജലി സലാം, അതുകൊണ്ട് നമുക്ക് സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യാം. വ നഖൂമു സഫൻ വാഹിദൻ ലിദ്ദൽ ഹർബ്, ഹർബിനെതിരെ നമുക്ക് ഒന്നിച്ച് നിൽക്കാം. അപ്പോൾ ഇതിൽ എന്താണ് ഉണ്ടാക്കാൻ പറ്റും? നമ്മളൊരു പോസ്റ്റർ, ഒരു സമാധാനത്തിൻ്റെ പോസ്റ്റർ, ഒരു പടമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രാവിൻ്റെ പടമൊക്കെ വെച്ചിട്ട് ഒരു ചിത്രം വരച്ചിട്ട് നമുക്ക് ഈ ഹെഡിങ് കൊടുക്കാം. അസ്സലാമു യുഅത്തി അൽ ഹയാത്ത് വ തുഹ്ലിക്കു അൽ ഹർബ് എന്ന ഹെഡിങ് വേണം കൊടുക്കാം. അതുപോലെ രണ്ടാമത് കൊടുക്കാൻ പറ്റുന്നത് നഅമൽ ലി അജ്ലി സലാം, അതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് വേറെ പോസ്റ്റർ ഉണ്ടാക്കാം. അതുപോലെ വ നഖൂമു സഫൻ വാഹിദൻ ലിദ്ദൽ ഹർബ്, ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി, 3 മാർക്ക് കിട്ടും. അടുത്ത് 16 ഇഖ്റ തർജമത്ത് ഷായർ വാൻഷ മിൻഹ 4 അസില. ഇവിടെ ഒരു ഷായറിൻ്റെ തർജിമ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്, അത് വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ജലീൽ ഖസാൽ കാത്തിബ് മഷ്ഹൂർ ഫി അദബിൽ അത്ഫാൽ. കുട്ടികൾ ബാലസാഹിത്യത്തിൽ അറിയപ്പെട്ടൊരു എഴുത്തുകാരനാണ് ജലീൽ ഖസാൽ. ഉലിദ ഫി ബഗ്ദാദിൽ ജനിച്ചു. ഇതിപ്പോൾ 1960. കതബ അഗാനി കസീർ, ധാരാളം പാട്ടുകൾ അദ്ദേഹം എഴുതി. മിൻഹ ലുഗത്തി അൽ അറബിയ, അതിൽപ്പെട്ടതാണ് ലുഗത്തുൽ അറബിയ. ഹസല അല ജവായിസുൻ കസീർ, അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ, അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. തുർജുമത്ത് അഅ്മാലുഹു ഇലൽ ലുഗത്തുൽ ഇൻജിലീസി, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക്, വൽ അൽമാനിയ ജർമ്മൻ ഭാഷയിലേക്ക്, വൽ ഫാർസിയ പാർസി ഭാഷയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ എന്താണ്, മൻ വെച്ചിട്ടൊരു ചോദ്യം ഉണ്ടാക്കണം. മൻ വെച്ച് നമുക്കൊരു പേര് വെക്കാം. മൻ ജലീൽ ഖസാൽ ഒരു ചോദ്യമായി. മൻ വെക്കുക, ഈ പേര് എഴുതുക. ഓക്കെ. മത്ത എന്നുള്ളത് എപ്പോൾ എന്നാണ്. അപ്പോൾ ഒരാൾ അയാളെപ്പോൾ ജനിച്ചു എന്ന് ചോദിക്കണം അല്ലേ. അപ്പോൾ മത്ത ഉലിദ ജലീൽ ഖസാൽ, രണ്ടാമത്തെ സെൻറ്റൻസ്, രണ്ടാമത്തെ ചോദ്യമായി. മത്ത ഉലിദ ജലീൽ ഖസാൽ. ഓക്കെ. അടുത്തതോ ഇങ്ങനെ കൊടുക്കാം. മത്ത എങ്ങനെ പറഞ്ഞ്, മത്ത ഉലിദ ജലീൽ ഖസാൽ. മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ സെൻറ്റൻസ് മാത അല്ലേ. അപ്പോൾ അത് അദ്ദേഹം കവിതകൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാം മാത കതബ ജലീൽ ഖസാൽ. മൂന്നാമത്തെ ചോദ്യം, അദ്ദേഹം എന്താണ് എഴുതിയത് അല്ലേ. പിന്നെ അല്ലെങ്കിൽ മാത ഹസല, എന്താണ് അദ്ദേഹം നേടിയത് എന്നും വേണമെങ്കിൽ പറയാം. ഐന എവിടെയാണ് ജനിച്ചിരുന്നത് അല്ലേ, എവിടെ ജനിച്ചത്. അപ്പോൾ ഐന ഉലിദ ജലീൽ ഖസാൽ. ഇങ്ങനെ സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ലഅ്നഅതൻ മുനാസിബൻ കമാഫിൽ മിസാൽ. ഇവിടെ ഈ ഫിൽ മദ്രസത്തി മൈദാൻ കബീർ, എന്താണ്, മദ്രസയിൽ ഒരു വലിയ മൈതാനമുണ്ട് എന്നല്ലേ. അപ്പോൾ ഇതിൽ ഈ കബീർ എന്താണ്, ഒരു നഅത്താണ്, സിഫത്താണ് അല്ലേ, സിഫത്ത് നഅത്ത്. അപ്പോൾ ഇതിനൊക്കെ സഹത്ത് കൊടുക്കണം. ഫി സൂക്കി മഹല്ലാത്തുൻ, അങ്ങാടിയിൽ കടകളുണ്ട്. അപ്പോൾ നമുക്ക് കബീറിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കബീറാത്തുൻ എന്ന് പറയാം, കബീറാത്തുൻ. ഇന്ദി എനിക്കുണ്ട് കലമുൻ, പേന. എങ്ങനെയുള്ള പേന, മഹല്ലാത്തുൻ ആയതുകൊണ്ടാണ് കേട്ടോ കബീറാത്ത് എന്ന് വന്നത് അല്ലേ. ഈ മൻഉത്ത് പോലെ തന്നെ നഅത്ത് വരണം. ഇന്ദി കലമുൻ, എൻ്റെ അടുത്ത് ഒരു പേനയുണ്ട്. എങ്ങനെയുള്ള പേന, ജദീദുൻ, പുതിയത് അല്ലേ, ജദീദുൻ തന്നെ എഴുതണം. ഖറഅതു കിതാബൻ, ഞാനൊരു ബുക്ക് വായിച്ചു. ഖറഅതു കിതാബൻ മുഫീദൻ, യൂസ്ഫുള്ളായ, മുഫീദൻ തന്നെ എഴുതണം, എന്നാലാണ് മാർക്ക് കിട്ടുക. കാരണം കിതാബ് പോലെ തന്നെ മുഫീദൻ എന്ന് എഴുതണം. ഓക്കെ. അടുത്തത് 17ാമത്തെ അഇദ് ഖുതുബത്ത് തഹ്നിയ ലി തക്രീമി ത്വാലിബിൽ ഫായിസ് ഫി മുസാബഖത്തിൽ ഖിറാ. വായനാ മത്സരത്തിൽ വിജയിച്ച കുട്ടിക്ക് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസംഗം, ആശംസാ പ്രസംഗം തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ അതിൽ അയ്യുഹൽ അസാദിത്ത് വൽ അസ്തിക, അധ്യാപകരെ, കൂട്ടുകാരെ, ബിബാലിഗ് സുഗർ, വളരെയധികം സന്തോഷം. ഫഖ്റുൽ മദ്രസ, സ്കൂളിൻ്റെ അഭിമാനം. ത്വാലിബുൽ മിസാലി, മാതൃകാ വിദ്യാർത്ഥി. അഹമ്മിയത്തുൽ ഖിറാ, വായനയുടെ പ്രാധാന്യം. തഹ്നിയത്തൻ ഹാറ, എന്താണ്, ഊഷ്മളമായ ആശംസ. അപ്പോൾ നമുക്കതിൻ്റെ മോഡൽ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു മോഡലുണ്ട്, ഞാനിവിടെ ഒന്ന് കാണിക്കാം. നോക്കൂ. അയ്യുഹൽ ഹഫിൽ കരീം, നേരത്തെ പറഞ്ഞ പോലെ അയ്യുഹൽ സാത്തിദത്തു വൽ അസ്തിക്കാവെന്നും വേണമെങ്കിൽ എഴുതാം. ഉഹയ്യിക്കും ജമിയാൻ ബി തഹിയത്തിൻ തൊയ്യബത്തിൻ മുബാറക്ക, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ആശംസകൾ, അല്ല നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും എന്നും വേണമെങ്കിൽ പറയാം. ഇജ്തമഅന ഫി ഹാദിഹിൽ ഖാഅ, ഈ ഹാളിൽ നമ്മൾ ഒരുമിച്ച് കൂടി. ലി തക്രീമി ത്വാലിബിൻ ഷാത്തിർ, മിടുക്കനായ ഒരു കുട്ടിയെ ആദരിക്കാൻ. വഹുവ ഫഖ്റു മദ്രസത്തിന, അവൻ നമ്മുടെ നാടിൻ്റെ സ്കൂളിൻ്റെ അഭിമാനമാണ്. വ നജ്മിന, നമ്മുടെ സ്റ്റാറാണ്. അന്നഹു ഫാസ ഫി മുസാബഖത്തിൽ ഖിറാ, വായനാ മത്സരത്തിൽ അവൻ ജയിച്ചു. വ സ്വാറ, അങ്ങനെ ആയി. ത്വാലിബ മിസാലി, ഒരു മാതൃകാ വിദ്യാർത്ഥിയായി. അന അൻതഹിസു ഹാദിഹിൽ ഫുർസ, ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ലി തഹ്നിയത്തിഹി, അവനെ എന്താണ് ആശംസിക്കാൻ. വ ഉദക്കിർക്കും, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അല അഹമ്മിയത്തിൽ ഖിറാ, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും. അഖ്തതിമു കലാമി ശുക്രൻ ലക്കും, ഞാൻ എന്താണ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ. അടുത്തത് ലഖിയ റാഷിദ് വ സിനാൻ ഫിൽ മൈദാൻ അസ്നാൻ മെഹറജാൻ റിയാദ് അൽ മദ്രസി, സ്കൂളിലെ സ്പോർട്സ് ദിവസം റാഷിദും സിനാനും തമ്മിൽ കണ്ടുമുട്ടി. വ ജറാ ബൈനഹുമാ ഹിവാർ, അവരുടെ ഇടയിൽ ഒരു ഹിവാർ എന്നു. അഇദ്ദൽ ഹിവാർ മിനൽ ഖയാൽ, ആ ഹിവാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ രാമു രാജു സംസാരിച്ച ഒളിമ്പിയ അൽ കറിയയിൽ രാമു രാജുവും സംസാരിച്ച് തമ്മിൽ ഹിവാർ തയ്യാറാക്കിയില്ല, അതേ മോഡലിൽ ഒരെണ്ണം തയ്യാറാക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ രാമു രാജു ഞാൻ ഇവിടെ കാണിച്ചു തരാം അല്ലേ. ഏതാണ്, അഹ്ലൻ വ സഹ്ലൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ആരാണ്, നമ്മുടെ ഭാഗത്ത് റാഷിദും വ സിനാനാണ്. അപ്പോൾ ഇവിടെ ഈ പേര് മാറ്റി കൊടുക്കണം. ഏത് മാറ്റി കൊടുക്കണം, റാഷിദ്, ഇവിടെ റാഷിദ് വ സിനാൻ. അപ്പോൾ റാഷിദ് അഹ്ലൻ വ സഹ്ലൻ,
മത്താ വസൽത്ത എപ്പോഴാണ് നീ വന്നത്? അപ്പോൾ സിനാൻ പറയുന്നുണ്ട് അഹ്ലൻ വസഹലൻ മസൽത്തുൽ ആൻ. അപ്പോൾ രാജുവയ്ക്ക് രാമു അല്ല റാഷിദ് അല്ല സിനാൻ ഹാദ യൗമിൻ ജമീൽ, ഇതൊരു മനോഹര ദിവസമാണ്. അപ്പോൾ നാം അതെ യൗമു സുറൂർ ഫി കറിയത്തിന എന്നുള്ളത് എന്താവണാവും ഫി മദ്രസത്തിന എന്നാക്കണം അല്ലേ. ഹദറൽ ജമിയ മുബക്കിർ, എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അജീബുൻ ജിദ്ദൻ, ശരിക്കും അത്ഭുതം. കത് ഹദറ അത്തുല്ലാബ് അല്ലെങ്കിൽ അദ്ദാരിസൂന വദ്ദാരിസാത്ത്, റിജാലു വൻ നിസാദ് നമുക്ക് മാറ്റാം കേട്ടോ, അദ്ദാരിസൂന വദ്ദാരിസാത്ത്. എന്നിട്ട് ചോദിക്കണം ആ തുഷാരിഖു ഫിൽ മുസാബക്ക, നീ എന്തിലാണ് പങ്കെടുക്കുന്നത്? മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അപ്പം നാം ഉരീദു അൻ ഉഷാരിക്ക, ഇത് ഏതെങ്കിലും മാരത്തോൺ എന്നാണ് അവിടെ ഉള്ളത് അല്ലേ. ഇവിടെ എന്താ ഉള്ളത്? മാരത്തോൺ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കളിയുടെ പേര് ഉരീദു അൻ ഉഷാരിക്ക ഫി അസിബാഖ്, സിബാഖ് 100 മീറ്റർ എന്ന് ചോദിക്കാം. അത്തമന്നാലക്കൻ നജാഹ്, ഞാൻ നിനക്ക് വിജയം ആശംസിക്കുന്നു. അപ്പോൾ ശുക്രൻ ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു, നീ ഏതിലാണ് പങ്കെടുക്കുന്നത്? ഇപ്പോൾ ഫി റുക്കൂബി ദറാജ, സൈക്ലിങ്. അപ്പോൾ നമുക്കിവിടെ വേറെ ഏതെങ്കിലും മത്സരം അല്ലേ. ഫി ദഫ് എൽ ജുല്ല, ദഫ് എൽ ജുല്ല എന്താണ്? ഷോർട്ട് പുട്ട്. അയവ. പിന്നെ ഹൽ തുമാരിസു ഹാ കുല്ല യൗമിൻ, നീ എപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ തുമാരിസു മുന്തു അഹ്സാന, വർഷങ്ങളായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. അഹ്സൻ ഫഅൻതൽ ഫായിസു ഹുന, അങ്ങനെയെങ്കിൽ നീ ജയിക്കും. ദാ ജാ അൽ ബല ബി ബിദായത്തുൽ മുസാബഖ, എന്താണ് അനൗൺസ്മെൻറ്റ് വന്നു. ദഅനി അറൂഹ്, ഞാൻ പോട്ടെ. അപ്പോൾ തബഅൻ, തീർച്ചയായും വ ഇലൈക മിന്നി അത്തിയബ്തഹ, നിനക്ക് ആശംസകൾ നേരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ രാമു രാജ്യം പേര് മാറ്റി കൊടുക്കുക, ചില മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, അങ്ങനെ തയ്യാറാക്കണ്ട. അപ്പോൾ അത് ഞാൻ മോഡൽ കാണിച്ചാണ്, നിങ്ങൾക്ക് അതിൽ നന്നായിട്ടൊക്കെ തയ്യാറാക്കാം. 20ാമത്തെ എന്താണ്? ഇഖ്റാ തക്രീർ വായിദൽ ബർനാമജ്, ഇവിടെ ഒരു റിപ്പോർട്ടുണ്ട്, അതിൻ്റെ ബർനാമജ് നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇൻതഹൽ മെഹറജാനുൽ ഫന്നി, എന്താണ് ഇൻതഹൽ മെഹറജാനുൽ ഫന്നി? കലോത്സവം അവസാനിച്ചു, സ്കൂൾ കലോത്സവം. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ കാലിക്കൂത്ത്, കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളിൽ. ഇഫ്തതഹ ഉദുവുൽ മജ്ലിസ് തശ്രീഇ, എന്താണ് MLA ഉദ്ഘാടനം ചെയ്തു. ഹഫ്ലത്തുൽ ഖിതാം, സമാപന സമ്മേളനം. വഖാമ ബി തൗസിയൽ ജവായിസ്, സമ്മാനങ്ങൾ വിതരണം ചെയ്തു. റഅസ റഈസുൽ മജ്ലിസുൽ കറവി, പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക്. വൽക റഈസു ജമിയത്തുൽ ഔസിയാ വൽ മുദരിസീൻ, PTA പ്രസിഡന്റ് എന്ത് അമീനു ലജ്നത്തുൽ മുദരിസീൻ, സ്റ്റാഫ് സെക്രട്ടറിയും കലിമാത്തു തഹാനി, ആശംസ പറഞ്ഞു, രണ്ടുപേര് അല്ലേ. റഹബ നാദുറുൽ മദ്രസ, HM സ്വാഗതം പറഞ്ഞു. ബിൽ ഹഫിൽ, പരിപാടിക്ക്. വഅദ്ദ അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡർ പറഞ്ഞു കലിമത്ത് ശുക്ർ, ആശംസ അല്ല നന്ദി പറഞ്ഞു അല്ലേ. ഇപ്പം തർഹീബ്, ആശംസ പറഞ്ഞതാരാണ്? അല്ല സ്വാഗതം പറഞ്ഞതാരാണ്? റഹബ എന്നുള്ള വാക്ക് കണ്ടെത്തുന്നു. ആരാണ്? നാദുറുൽ മദ്രസ എന്ന് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ. റഈസുൽ മജ്ലിസുൽ കർവി, അദ്ദേഹം ചെയ്തത് എന്താണ് അല്ലേ? റഅസ റഈസുൽ മജ്ലിസീൻ, അപ്പോൾ റിആസത്ത് എന്നാണ് വരുന്നുണ്ട്. എന്താണ് റിആസത്ത് അല്ലെങ്കിൽ റഈസ് എന്ന് കൊടുത്താൽ മതി, അധ്യക്ഷൻ. അടുത്ത ഇഫ്തിതാഹ്, ഉദ്ഘാടനം നടത്തിയത് ആരാ? ഇഫ്തതഹ. ഇഫ്തതഹിൽ ആരാണ്? ഉളുവുൽ മജ്ലിസി തശ്രീഇ, ശരിയല്ലേ. തൗസിഉൽ ജവായിസു, സമ്മാനം കൊടുത്തത് ആരാണ്? വഖാമ ബി തൗസിയ, അദ്ദേഹം സമ്മാനം കൊടുത്തതും ഇദ്ദേഹം തന്നെയാണ്. ഉളുവുൽ മജ്ലിസ് തശ്രീഇ തന്നെയാണ്. പിന്നെ തഹാനി, ആശംസ നടത്തിയത് 2 ആൾക്കാർ അല്ലേ. കലിമത്തു തഹാനി കണ്ടില്ലേ. അപ്പോൾ അതിന് മുമ്പ് 2 ആൾക്കാർ, റഈസ് ജമിയത്തുൽ ഔസിയ ഇവൽ മുദരിസീൻ ഒരാൾ, പിന്നെ അമീനു ലജ്നത്തുൽ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറി ഒരാൾ, 2ാമത്തെ ആൾ. ഓക്കെ. അടുത്തത് അവസാനത്തെ എന്താ? കലിമത്ത് ശുക്ർ അല്ലേ. ഈ കലിമത്ത് ശുക്ർ എന്നുള്ളത് ഇവിടെ എഴുതണം. അതാരാ നടത്തിയത്? അരീഫുൽ മദ്രസ എന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ, അതാണ് അതിൽ ചെയ്യേണ്ടിയിരുന്നത്. ഇനി 21ാമത്തെ ഉക്തു ബയാനൻ വസ്ഫിയൻ അൻ മദ്രസത്തിക്ക്, നിൻ്റെ സ്കൂളിനെ കുറിച്ച് നീ ഒരു ബയാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്തായാലും പറയണേ, അദ്റുസു ഫി മദ്രസത്തിൻ കബീറ, ഞാനൊരു വലിയ സ്കൂളിൽ പഠിക്കുന്നു. ഫീഹ, അവിടെ എന്തുണ്ട്? എന്ത് വേണം എഴുതാം നിങ്ങൾക്ക്? ഫീഹ മുദരിസൂൻ വ മുദരിസാത്ത് വദാരിസൂൻ വദാരിസാത്ത് കേട്ടോ, അതൊക്കെ എഴുതാം. ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാം. ഇത് കണ്ടോ, ഫീഹ മുദരിസൂൻ വ മുദരിസ, ടീച്ചേഴ്സുണ്ട്, അധ്യാപകരുണ്ട്. വദാരിസൂന വദാരിസാത്ത്, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുണ്ട്.
ഫി മദ്രസത്തി മൈദാനിൻ വാസ്യ, എൻ്റെ മദ്രസയിൽ ഒരു വലിയ എന്തുണ്ട്, വാസ്യ മൈതാനമുണ്ട്. അൽ അബു ഫിഹി, ഞാനവിടെ കളിക്കും. ആ അസ്തിക്കായി, കൂട്ടുകാരോടൊപ്പം. അല്ലേ? അന ഉഹിബ്ബു മദ്രസത്തി, ഞാൻ എൻ്റെ സ്കൂൾ ഇഷ്ടപ്പെടുന്നു. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിലും വിശാലമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാം. സിമ്പിളായി കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.